ഇനി നമുക്ക് പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ടു quadrilaterals shown below in your notebook. Draw triangles of the same area and calculate the areas. The lengths needed may be measured. അതായത് താഴെ ഫിഗറിൽ 2 ക്വാഡ്രിലാറ്ററൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കണം. എന്നിട്ട് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ അതേ ഏരിയയിലുള്ള 2 ട്രയാങ്കിൾസും വരയ്ക്കണം. എന്നിട്ട് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആയിരിക്കും. സോ അത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് വേണമെങ്കിൽ മെഷർ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ABCD എന്ന് നെയിം ചെയ്യാം. ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. AB എന്ന സൈഡ് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനാണ്. സോ നമുക്കൊരു റൂളർ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് AD എന്ന സൈഡ് വരയ്ക്കാം. AD എന്ന സൈഡ് എയിൽ നിന്നും 80 ഡിഗ്രി ആംഗിളിലാണ്. സോ നമുക്ക് എയിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ചിട്ട് പ്രൊട്രാക്ടറിലെ 0 ABയിൽ വരുന്ന വിധത്തിൽ വെച്ചിട്ട് 80 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 10, 20, 30, 40, 60, 80 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 80 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. പക്ഷേ AD 3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനാണ്. സോ നമുക്ക് ഒരു റൂളറും കോമ്പസും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് നമ്മുടെ 80 ഡിഗ്രി ലൈനിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് D. അപ്പോൾ നമ്മൾ AD എന്ന സൈഡ് വരച്ചു. ഇനി നമുക്ക് DC എന്ന സൈഡ് വരയ്ക്കാം. DC എന്ന സൈഡ് ഡിയിൽ നിന്നും 120 ഡിഗ്രി ആംഗിളിലാണ്. സോ നമുക്കൊരു പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഡിയിൽ വയ്ക്കാം. പ്രൊട്രാക്ടറിൽ 0 AD എന്ന ലൈനിലും വരുന്ന വിധത്തിലാണ് വെക്കേണ്ടത്. എന്നിട്ട് 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച ഡിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 120 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. പക്ഷേ DCക്ക് 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണുള്ളത്. സോ നമുക്കൊരു റൂളറും കോമ്പസും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഡിയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്ക് നമ്മുടെ 120 ഡിഗ്രി ആംഗിൾ ലൈനിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് C. അപ്പോൾ നമ്മൾ DC എന്ന സൈഡും വരച്ചു. ഇനി Cയിൽ നിന്നും Bയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഇനി നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള വെർട്ടെക്സിനെ ബേസിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ഈ BD ജോയിൻ ചെയ്തിട്ട് ഒരു ഡയഗണൽ വരയ്ക്കാം. ഇനി ഈ ഡയഗണലിന് പാരലലായിട്ട് Cയിലൂടെ ഒരു ലൈന് വരയ്ക്കാം. ഇനി നമ്മുടെ ബേസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ പാരലൽ ലൈനും ബേസിൻ്റെ എക്സ്റ്റൻഷനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് E. സോ E ആണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ്. സോ ഈ വെർട്ടെക്സിൽ നിന്നും ഡയഗണൽസിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. സോ ഈ വലിയ ട്രയാങ്കിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ADE. സോ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. ഇനി നമുക്ക് ട്രയാങ്കിൾ ADയുടെ ഏരിയ കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ദിസ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏതാണ്? AE ആണ്. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഹൈറ്റ് ടോപ്പ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ടോപ്പ് വെർട്ടെക്സ് ഏതാണ്? D ആണല്ലോ. സോ ഡിയിലേക്കുള്ള ബേസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബേസിന് പാരലലായിട്ട് ടോപ്പ് വെർട്ടെക്സിലൂടെ, അതായത് ഡിയിലൂടെ ഒരു പാരലലായിട്ട് ലൈന് വരയ്ക്കാം. ഇനി എയിൽ നിന്നും 90 ഡിഗ്രി ആംഗിളിലുള്ള ലൈന് വരയ്ക്കാം. അതിനുവേണ്ടി എയിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കാം. പ്രൊട്രാക്ടറിലെ 0 AB എന്ന ലൈനിന് വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 90 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 90 വരുന്ന ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. ഈ 90 ഡിഗ്രി ആംഗിളിലുള്ള ലൈന് നമ്മുടെ
പാരലൽ ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എഫ് എന്ന് കൊടുക്കാം. സോ എ എഫ് ആണ് ഹൈറ്റ്. സോ ഏരിയ ബിക്കം ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു എ എഫ്. കാരണം എ ഇ ബേസാണ്, എ എഫ് പെർപെൻഡിക്കുലർ ഹൈറ്റാണ്. സോ എ ഇ നമുക്ക് ഒരു റൂളർ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. എ ഇ 11 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ എ എഫും ഒരു റൂളർ വെച്ച് മെഷർ ചെയ്ത് നോക്കാം. എ എഫ് 3 സെൻറ്റിമീറ്റർ ആണ്. സോ ദിസ് ബിക്കം ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു 3, ദാറ്റ് ഈസ് 33/2. സോ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു 15.5 സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. എന്നിട്ട് അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൽ നമുക്ക് എ ബി സി ഡി എന്ന് നെയിം ചെയ്യാം. ആദ്യം നമുക്ക് എ ബി എന്ന സൈഡ് വരയ്ക്കാം. എ ബി എന്ന സൈഡ് 8.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനാണ്. സോ നമുക്കൊരു റൂളർ വെച്ചിട്ട് 8.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് എ ബി എന്ന് നെയിം ചെയ്യാം. അപ്പോൾ നമ്മൾ എ ബി എന്ന സൈഡ് വരച്ചു. ഇനി എ ഡി എന്ന സൈഡ് വരയ്ക്കാം. എ ഡി എന്ന സൈഡ് 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈനാണ്. സോ നമുക്കൊരു കോമ്പസും ഒരു റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ എയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ബി ഡി എന്ന സൈഡ് വരയ്ക്കാം. ബി ഡി എന്ന സൈഡ് 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനാണ്. സോ നമുക്കൊരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 7.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ബിയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഡി. സോ ഡിയിൽ നിന്നും എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എ ഡി എന്ന ലൈനും കിട്ടി, ബി ഡി എന്ന ഡയഗണലും കിട്ടി. നമുക്ക് ഡി സി എന്ന സൈഡ് വരയ്ക്കാം. ഡി സി എന്ന സൈഡ് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു സൈഡാണ്. സോ നമുക്കൊരു കോമ്പസും റൂളറും എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ഡിയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഇനി ബി സി എന്ന സൈഡ് വരയ്ക്കാം. ബി സി എന്ന സൈഡ് 4.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനാണ്. സോ നമുക്കൊരു റൂളർ കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ലെങ്ത്ത് 4.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് കോമ്പസിൻ്റെ നീഡിൽ ബിയിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സി. സിയിൽ നിന്നും ഡിയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡി സി എന്ന സൈഡും ബി സി എന്ന സൈഡും കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഇതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ സി എന്ന വെർട്ടെക്സിനെ ബേസിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ഈ ഡയഗണലിന് പാരലലായിട്ട് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഇനി ബേസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാരലൽ ലൈനും ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇ. അപ്പോൾ ഇ ആണ് നമ്മുടെ വെർട്ടക്സ്. ഈ വെർട്ടക്സിൽ നിന്നും ഡയഗണലിൻ്റെ എൻഡ്സിലേക്ക്, അതായത് ബിയിലേക്കും ഡിയിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലാർജ് ട്രയാങ്കിൾ കിട്ടി, അതായത് ട്രയാങ്കിൾ എ ഡി ഇ കിട്ടി. ഈ ട്രയാങ്കിൾ എ ഡിയുടെ പ്രത്യേകത എന്താണ്? ട്രയാങ്കിൾ എ ഡിയുടെ ഏരിയ നമ്മുടെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ ആയിരിക്കും. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് എ ഇ ആണ്. ഈ ഹൈറ്റ് എന്താണ്? ഹൈറ്റ് ടോപ്പ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോപ്പ് വെർട്ടെക്സിലൂടെ ഈ ബേസിന് പാരലലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. അതായത് എയ്ക്ക് പാരലലായിട്ടുള്ള ലൈന് ഡിയിലൂടെ വരയ്ക്കുക. ഡി ആണല്ലോ ടോപ്പ് വെർട്ടെക്സ്. ട്രയാങ്കിൾ എ ഡിയുടെ ടോപ്പ് വെർട്ടെക്സ് ഡി ആണ്. സോ നമുക്ക് ഡിയിലൂടെ ബേസിന് പാരലലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമ്മുടെ എയിൽ നിന്ന് 90 ഡിഗ്രി ആംഗിളിലൊരു പെർപെൻഡിക്കുലർ ലൈനും വരയ്ക്കാം. കാരണം ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിൽ വയ്ക്കാം. പ്രൊട്രാക്ടറിൽ 0 ബേസിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് 90 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 90 വരുന്ന ഇവിടെയാണ്. സോ നമുക്കവിടെ ഒരു പോയിൻ്റ് ഇടാം. അപ്പോൾ ഈ പോയിൻ്റ് എഫ് എന്ന് കൊടുക്കാം. സോ എഫിൽ നിന്നും എയിലേക്ക് പ്രൊഡക്റ്റിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. സോ എ എഫ് ആണ് ഹൈറ്റ്. സോ ദിസ് ബിക്കം ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു എ എഫ്. എ ഇ നമുക്കൊരു റൂളർ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. അത് 12.8 സെൻറ്റിമീറ്റർ. അതേപോലെ എ എഫ് ഒരു റൂളർ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. അത് 5.1 സെൻറ്റിമീറ്റർ ആണ്. സോ ഏരിയ ഈസ് ഹാഫ് ഇൻറ്റു 12.8 ഇൻറ്റു 5.1, ദാറ്റ് ഈസ് 32.64 സ്ക്വയർ സെൻറ്റിമീറ്റർ.